ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഫേസസ് എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു പെൺകുട്ടി വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫോൺ തേടി പോകുന്നതാണ്. ആ ഫോണിൽ നിത്യ എന്ന പേര് തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. ആ ഫോൺ എടുക്കാൻ അവൾ തുടങ്ങുമ്പോഴേക്കും അവിടെ ഗ്യാസ് പൊട്ടിത്തെറിക്കുകയും ആ ആക്സിഡന്റിൽ പരുക്ക് പറ്റി അവൾ ഹോസ്പിറ്റലാവുകയും ചെയ്തു. നമ്മുടെ നായികയുടെ പേരാണ് നിത്യ. പക്ഷെ ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടായിരുന്നില്ല. ഗ്യാസ് പൊട്ടിത്തെറിച്ചുള്ള അപകടമാണെന്ന് അവളെ ഇവിടെ ഹോസ്പിറ്റലാക്കി ആൾക്കാർ പറഞ്ഞാണ് അവൾ അറിഞ്ഞത്. അപകടത്തിന് തൊട്ടു മുൻപുള്ള 2 ദിവസത്തെ ഓർമ്മയോളം അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബോധം വന്നുടനെ അവൾ അന്വേഷിക്കുന്നത് തന്റെ കാമുകൻ മൈക്കിളിനെയാണ്. മൈക്കിളിന്റെ കൂടെ അവൾ ആ വീട്ടില് ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു. അവിടേക്ക് കയറി വന്ന ഡോക്ടറിന്റെ ഫേസ് കണ്ട് അവൾ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. മൈക്കിൾ എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഡോക്ടറിനെ സമീപിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് അവളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ഡോക്ടേഴ്സിന് ഒരു കാര്യം മനസ്സിലായത്. ആക്സിഡന്റിന് ശേഷം നമ്മുടെ നായിക നിത്യയ്ക്ക് അവളുടെ കാമുകൻ മൈക്കിളിന്റെ ഫേസ് എല്ലാ പുരുഷന്മാരിലും കാണുന്നുണ്ട്. അതായത് അവൾക്ക് മറ്റാരുടെയും ഫേസ് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവളുടെ മുൻപിൽ വരുന്ന എല്ലാ ആണുങ്ങളും അവൾക്ക് മൈക്കിളാണ്. ഹോസ്പിറ്റലിലെ ഡോക്ടറും മറ്റു ജീവനക്കാരും കൂടാതെ മറ്റു രോഗികളും എല്ലാം അവളുടെ ഫ്രണ്ടിൽ വരുമ്പോൾ അവരെല്ലാം അവൾ മൈക്കിളായിട്ടാണ് കാണുന്നത്. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം അവളുടെ കണ്ടീഷൻ എന്താണെന്ന് ഡോക്ടർ കണ്ടെത്തി. അവൾക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആയിരുന്നു. ഈ ആക്സിഡന്റിന് ശേഷം ഉണ്ടായ ട്രോമയാണ് അവളെ വല്ലാതെ ബാധിച്ചിരിക്കുന്നത്. അതൊരു സൈക്കോളജിക്കൽ കണ്ടീഷൻ ആയിരുന്നു. അതുകൊണ്ട് അവള് തന്നെ പതിയെ പതിയെ അതിൽ നിന്ന് റിക്കവറായി വന്നെങ്കിലേ പറ്റൂ. അല്ലാതെ ഇതിന് മറ്റൊരു ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് ഡോക്ടർ പറയുന്നു. അതുവരെ അവൾക്ക് എല്ലാവരിലും അവളുടെ കാമുകൻ മൈക്കിളിന്റെ ഫേസ് കാണാൻ സാധിക്കും. പക്ഷെ അപ്പോഴും അവളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം മൈക്കിൾ എവിടെ എന്തായിരുന്നു. താൻ മൈക്കിളിന്റെ കൂടെയായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നതെന്ന് അവൾക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇവൾക്ക് സംഭവിച്ച ആക്സിഡന്റിന് ശേഷം മൈക്കിളിനെ ആരും കണ്ടിട്ടില്ല. അവൻ മിസ്സിംഗ് ആണ്. ഫോണിൽ വിളിച്ചിട്ട് അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപകടവിവരം അറിഞ്ഞ് നിത്യയുടെ അമ്മയും നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. തൽക്കാലം അവളെ എങ്ങോട്ടും ഒറ്റയ്ക്ക് വിടരുതെന്ന് അമ്മയോട് ഡോക്ടർ പറഞ്ഞു. അതിനിടയ്ക്ക് നിത്യ താൻ മൈക്കിളിനെ പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. കഥയൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. നിത്യയുടെ ഫ്രണ്ട് ഫാത്തിമയുടെ കാമുകൻ അമീർ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അയാളുടെ ആർട്ട് ഗാലറിയിലേക്ക് നിത്യയും കൂടി ഫാത്തിമ പോയപ്പോഴാണ് അവിടെ വെച്ച് അമീറിന്റെ കൂടി ഫ്രണ്ടായ മൈക്കിളിനെ നിത്യ പരിചയപ്പെടുന്നത്. മൈക്കിൾ വരച്ചൊരു ചിത്രം നിത്യയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മൈക്കിളിന്റെ കുടുംബത്തിലെ എല്ലാവരും പോലീസുകാരാണ്. അവനെ ഒരു പോലീസുകാരനാക്കണമെന്നായിരുന്നു അവന്റെ അച്ഛൻ ആഗ്രഹം. എന്നാൽ വീട്ടുകാരോടെല്ലാം തന്നെ വഴക്കിട്ട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് അവൻ എത്തിച്ചേർന്നത്. മൈക്കിളിനെ പോലെ തന്നെ നിത്യയ്ക്കും വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ അവളുടെ വീട്ടുകാര് അവളെ ആ പ്രൊഫഷനിലേക്ക് കടക്കാൻ സമ്മതിച്ചില്ല. അവളിപ്പോൾ ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ഗ്യാസ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടമായതുകൊണ്ട് തന്നെ പോലീസുകാർ അത് അന്വേഷിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നിത്യയുടെ കൂടെ ഉണ്ടായിരുന്ന മൈക്കിൾ മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവർ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും എടുത്തിട്ട് പോയി. എല്ലാവരുടെയും ഡൗട്ട് മൈക്കിൾ നിത്യയെ അപായപ്പെടുത്താൻ ശ്രമിച്ച ശേഷം കടന്നു കളഞ്ഞു എന്തായിരുന്നു. അവൾ പല ആൾക്കാരെയും വിളിച്ച് മൈക്കിളിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. ആർക്കും തന്നെ മൈക്കിളിനെ പറ്റി ഒരറിവുമില്ല. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ആദ്യത്തെ മീറ്റിംഗിന് ശേഷം മൈക്കിളിനെ അവൾ രണ്ടാമത് കാണുന്നത് ഒരു കഫേയിൽ വെച്ചിട്ടായിരുന്നു. ചായ കുടിക്കാൻ തന്റെ ഫ്രണ്ടിന്റെ കൂടെ അവിടേക്ക് വന്നതാണ് നിത്യ. അപ്പോൾ അവിടെ ഒരു വാളില് പെയിന്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മൈക്കിള്. അങ്ങനെ അവർ വീണ്ടും കണ്ടുമുട്ടുന്നു. വരയ്ക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നിത്യയ്ക്ക് അവിടെ വരയ്ക്കാൻ മൈക്കിൾ ഒരു ചാൻസ് കൊടുത്തു. അങ്ങനെ പതിയെ പതിയെ അവർ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയി മാറി. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. നിത്യയുടെ കൊളീഗായിരുന്നു സാറ. സാറയ്ക്കും മൈക്കിളിനെ പറ്റി അറിയാം. നിന്റെ അപകടത്തിന് ശേഷം മൈക്കിൾ എവിടെയെന്ന് സാറയും ചോദിക്കുന്നു. എന്നാൽ നിത്യയ്ക്ക് അതിനെപ്പറ്റി ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. ശരിക്കും അന്ന് അപകട ദിവസം എന്താണ് സംഭവിച്ചതെന്നും മൈക്കിൾ എവിടെ പോയെന്നും സാറയും മൈക്കിളിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഇവർ രണ്ടുപേരും ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഒരു വർക്കിന്റെ കാര്യം സംസാരിക്കാൻ അവരുടെ ഓഫീസിലെ MD കാണാൻ മൈക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നിത്യ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് മൈക്കിളിനോട് സംസാരിച്ചത്. നിത്യയുടെ ജോലി കഴിയുന്നിടം വരെ അവളെ കാണാൻ വേണ്ടിയിട്ട് മൈക്കിൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അന്നവർ രണ്ടുപേരും ഒരുമിച്ച് പുറത്തു പോവുകയും കറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പതിയെ പതിയെ അവർ സ്ഥിരം കാണാൻ തുടങ്ങി. പല ദിവസങ്ങളിലും ലേറ്റ് ആയിട്ട് അവൾ വരുന്നത് കാരണം PGയിലെ ലേഡിയാകട്ടെ അവളെ വഴക്ക് പറയാൻ തുടങ്ങി. ഇതിവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ഒരുപാട് ഓർമ്മകൾ നിത്യയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ഹോസ്പിറ്റലിൽ നിന്നും അവൾ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വരുന്നു. സ്വന്തം അച്ഛന്റെ ഫേസ് പോലും അവൾക്ക് മൈക്കിളായിട്ടാണ് തോന്നുന്നത്. അത് കാരണം അവൾക്ക് ഒരു പുരുഷന്മാരുടെയും ഫേസിലേക്ക് നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവളെ സംബന്ധിച്ച് അവളുടെ മുന്നിൽ ഇനി യഥാർത്ഥ മൈക്കിൾ വന്ന് നിന്നാൽ പോലും അവൾക്ക് അറിയില്ല. കാരണം അവൾ കാണുന്ന എല്ലാ പുരുഷന്മാർക്കും മൈക്കിളിന്റെ ഫേസ് ആണ്. തൽക്കാലത്തേക്ക് ജോലിയിൽ നിന്നൊക്കെ വിട്ട് കുറച്ചു ദിവസം വീട്ടിൽ തന്നെ നിൽക്കാനായിരുന്നു നിത്യയുടെ തീരുമാനം. അതിനിടയ്ക്ക് അവൾ മൈക്കിളിന്റെ കൂടെ താമസിച്ചിരുന്ന ആ വീടിന്റെ ഓണർ അവളെ കാണാൻ വരുന്നുണ്ട്. മേരി എന്നായിരുന്നു ആ ലേഡിയുടെ പേര്. അവിടെ താമസിക്കുന്ന സമയത്തെല്ലാം മേരിയുടെ കൂടെ നല്ല ക്ലോസ് ആയിരുന്നു മൈക്കിളും നിത്യയും. വീട്ടില് ഗ്യാസ് പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടായെങ്കിലും അത് പതിയെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. മോൾ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരണമെന്ന് മേരി പറയുന്നുണ്ട്. മേരിയുടെ മകൾ ഏഞ്ചലുമായിട്ടും നിത്യ നല്ല കൂട്ടായിരുന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും നിത്യയെ കാണാൻ വേണ്ടിയിട്ട് സാറയും അവളുടെ മറ്റൊരു കൊളീഗായ സന്ദീപും വരുന്നു. നിത്യ മൈക്കിളിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് തന്നെ സന്ദീപ് അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പലതവണ ഇവളോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതുമാണ്. എന്നാൽ അന്നെല്ലാം തന്നെ നിത്യ സന്ദീപിനോട് പറഞ്ഞിരുന്നത് തനിക്ക് ഉടനെ ഒന്നും തന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ താല്പര്യമില്ല എന്നാണ്. വീട്ടിലായിരുന്ന സമയത്ത് അവൾ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് അവൾക്ക് കുറച്ച് ഫ്രീഡം ഒക്കെ കിട്ടി തുടങ്ങിയത്. കുറച്ചുനാളും കൂടി അങ്ങനെ ജീവിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും
കഴിക്കില്ലെന്നും വീട്ടുകാര് കല്യാണത്തിന് നിർബന്ധിക്കുന്ന സമയത്ത് മാത്രമേ താൻ കല്യാണം കഴിക്കുന്നുമായിരുന്നു നിത്യ എന്ന് പറഞ്ഞിരുന്നത്. സന്ദീപിന് ഇപ്പോഴും നിത്യയോട് ആ സ്നേഹമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാതെ ഓഫീസിലേക്ക് തിരിച്ച് ജോയിൻ ചെയ്യണമെന്ന് അവൻ പറയുന്നു. താൻ MD കണ്ട് സംസാരിക്കാമെന്നും സന്ദീപ് പറയുന്നുണ്ട്. എന്താണെങ്കിലും കുറച്ചു ദിവസം താൻ ഇവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നെന്ന് നിത്യ പറയുന്നു. സന്ദീപിന്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാൻ പോലും നിത്യക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവൾ അവനെയും കാണുന്നത് മൈക്കിളായിട്ട് തന്നെയാണ്. ഇടയ്ക്ക് അവൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരാൾ ചിത്രം വരച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് അയാൾ മൈക്കിളാണെന്ന് കരുതി അയാളോട് സംസാരിക്കാൻ അവൾ ചെല്ലുന്നു. അവളെ സംബന്ധിച്ച് അയാൾക്ക് മൈക്കിളിന്റെ ഫേസ് ആണല്ലോ. എന്നാൽ അതൊരു നോർത്ത് ഇന്ത്യൻ തൊഴിലാളിയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ അവൾ വല്ലാതെ പാനിക് ആകുന്നു. അവൾ അവിടെ നിന്നും പേടിച്ച് വീട്ടിലേക്ക് ഓടി വരുന്നുണ്ട്. നാട്ടുകാരെല്ലാം ഇവളുടെ അവസ്ഥയെപ്പറ്റി ചർച്ച ചെയ്യാൻ ആരംഭിച്ചു. നിത്യ വീണ്ടും മൈക്കിളിന്റെ ഓർമ്മകളിലേക്ക് പോയി. രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടാൻ തുടങ്ങിയതോടുകൂടി അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും അടുത്തിട്ടുണ്ടായിരുന്നു. നിത്യ മൈക്കിളിനെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പ്രണയിച്ചത്. അവരുടെ ഫ്രണ്ട്സിനെല്ലാം അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയും അറിയാമായിരുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുകയാണ്. മൈക്കിളിന്റെ മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് നിത്യയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോലീസുകാർ നിത്യയുടെ വീട്ടിലേക്ക് വരുന്നു. തനിക്ക് അന്ന് നടന്ന ഒരു കാര്യങ്ങളും ഓർമ്മയില്ലാന്നും മൈക്കിളിനെ പറ്റി പിന്നീട് ഒരു വിവരവും കിട്ടിയിട്ടില്ലെന്നും അവൾ പറയുന്നുണ്ട്. മൈക്കിളിന്റെ ഫാമിലിയെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഫാമിലിയിലെ ഒരാളുമായിട്ടും തനിക്ക് കോണ്ടാക്ട് ഇല്ല എന്നാണ് നിത്യ പറയുന്നത്. എന്നാൽ പോലീസുകാർ അവളോട് പറയുന്നുണ്ട് അടുത്തിടെ മൈക്കിളിന്റെ ഫാദർ തോമസ് വന്ന് മകന്റെ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തുവെന്ന്. ഇടയ്ക്കൊക്കെ അവൻ ഇങ്ങനെ പോകാറുണ്ട്. പക്ഷെ ഇതാദ്യമായിട്ടാ ഇത്രയും ദിവസമായിട്ട് അവന്റെ ഒരു വിവരമില്ലാത്തത്. അതുകൊണ്ട് എല്ലാവരും പാനിക് ആയിരുന്നു. മൈക്കിളിനെ പറ്റി വേറെ ഒരു ഡീറ്റെയിൽസും അറിയാതെയാണ് നിത്യ അവന്റെ കൂടെ താമസിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. പോലീസുകാർ അതിനെയും ചോദ്യം ചെയ്യുന്നു. അവളുടെ വീട്ടുകാർ അവളെ വഴക്ക് പറയാൻ ആരംഭിച്ചു. നീ എന്താലോചിച്ചിട്ടാണ് ആ പയ്യന്റെ കൂടെ താമസിക്കാൻ പോയത്? അവന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പോലും നിനക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഇവളുടെ വീട്ടിൽ വന്നതോടുകൂടി നാട്ടുകാരും പല സംഭവങ്ങളും അറിഞ്ഞു. എല്ലാവരും ഇവളുടെ ക്യാരക്ടറിനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. വീട്ടിൽ അവൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒടുവിൽ സന്ദീപ് പറഞ്ഞതുപോലെ തന്നെ ഓഫീസിലേക്ക് റീജോയിൻ ചെയ്യാമെന്ന് അവൾ തീരുമാനിച്ചു. സന്ദീപ് തന്നെ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. മൈക്കിളുമായിട്ട് ഇഷ്ടത്തിലായിരുന്ന സമയത്ത് നിത്യ അവനോട് പലതവണ വിവാഹത്തെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ പലപ്പോഴും അവൻ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണമായിട്ട് അവൻ പറഞ്ഞത് തനിക്ക് കുറച്ചുകൂടി ഒന്ന് സെറ്റിൽ ആകണം, തന്റെ പെയിന്റിങ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു വീടെടുക്കണം, അത് കഴിഞ്ഞ് നല്ലൊരു ജോലിയും കൂടി നേടിയിട്ട് വേണം വീട്ടിൽ നിന്റെ കാര്യം അവതരിപ്പിക്കാനെന്ന്. അതുവരെ വേണമെങ്കിൽ ഞാനിപ്പോൾ എടുക്കുന്ന വീട്ടിൽ നമുക്ക് ഒരുമിച്ച് താമസിക്കാം, ലിവിംഗിൽ താമസിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാമെന്നൊക്കെ മൈക്കിൾ അവളോട് പറഞ്ഞു. കൂടുതലൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് അവൾ കയറി ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെയായിരുന്നു അവർ ലിവിംഗ് റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നത്. കഥ പ്രസന്റിലേക്ക് വരികയാണ്. ഓഫീസിലേക്ക് റീജോയിൻ ചെയ്യാൻ വന്ന നിത്യക്കാകട്ടെ ഓഫീസിലെ എല്ലാ കൊളീഗ്സിന്റെ ഫേസ് മൈക്കിളിന്റേത് പോലെയാണ് തോന്നുന്നത്. അവൾക്ക് ആകെ ലേഡീസിന്റെ ഫേസ് മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. വളരെ കഷ്ടപ്പെട്ടാണ് അവൾ അവിടെ വീണ്ടും ജോലി ചെയ്യാൻ ആരംഭിച്ചത്. ഇതിന്റെ ഇടയ്ക്ക് പലതവണ അവൾ പോലീസ് സ്റ്റേഷനിൽ പോയി മൈക്കിളിന്റെ കേസിനെ പറ്റി അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പോലീസുകാർക്ക് വേറെ ഒരുപാട് കേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ കേസിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തിയ സ്ഥിതിക്ക് തൽക്കാലം താനും മൈക്കിളും ഒരുമിച്ച് താമസിച്ചിരുന്ന ആ വീട്ടിലേക്ക് തന്നെ പോയി താമസിക്കാനാണ് നിത്യ തീരുമാനിക്കുന്നത്. ഗ്യാസ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം മൂലം സംഭവിച്ച പല പ്രശ്നങ്ങളും മേരി ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് കാരണം തൽക്കാലം നിത്യ ആദ്യം ഒന്ന് വീടൊക്കെ കാണാൻ വേണ്ടി അവിടേക്ക് പോകുന്നു. ആ വീട്ടിലേക്ക് തിരിച്ചു വന്നതോടുകൂടി അവൾക്ക് പല കാര്യങ്ങളും ഓർമ്മ വരുന്നു. അവളും മൈക്കിളും ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത പല നിമിഷങ്ങളും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. വീട്ടിൽ വീണ്ടും പെയിന്റിംഗ് പണി നടക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ആ വർക്കേഴ്സിന്റെ കൈതട്ടി മുകളിലുണ്ടായിരുന്ന കുറെ പെയിന്റിങ്സ് താഴേക്ക് വീഴുന്നു. ആ പെയിന്റിങ്സ് കണ്ടപ്പോഴേക്കും നിത്യയുടെ മനസ്സിലേക്ക് അവൾക്കും മൈക്കിളിനും ഇടയിൽ നടന്ന പല കാര്യങ്ങളും ഓർമ്മ വരുന്നു. ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്റെ മെമ്മറീസ് എല്ലാം തിരിച്ചു വരുമെന്ന് അവൾക്ക് മനസ്സിലായി. ഇവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നത് കണ്ടിട്ട് മേരിയും അവരുടെ മകൾ ഏഞ്ചലും അവിടേക്ക് വരുന്നു. ഏഞ്ചലിനെ നിത്യ കുറെ നേരം നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ വീടിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്തു കഴിഞ്ഞ് സന്ദീപ് തന്നെയാണ് അവളുടെ സാധനങ്ങളുമായിട്ട് അവളെ അവിടെ കൊണ്ടുവിടുന്നത്. നിത്യ അവിടെ ഒറ്റയ്ക്ക് താമസം ആരംഭിച്ചു. ആ വീടിന്റെ ഓരോ ഭാഗത്തും മൈക്കിളുമായിട്ടുള്ള അവളുടെ ഓരോ മെമ്മറീസ് ഉണ്ടായിരുന്നു. ഇവരവിടെയുള്ള സമയത്ത് കൂടുതൽ സമയം ഏഞ്ചലും ഇവിടെയായിരുന്നു സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. മൈക്കിൾ ആഹാരം കഴിക്കുന്ന രീതിയിൽ പോലും ഒരുപാട് വ്യത്യസ്തതയുണ്ടായിരുന്നു. മൈക്കിൾ ഇല്ലാതെ ഒറ്റയ്ക്ക് ആ വീട്ടിലുള്ള താമസം പതിയെ അവൾ അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു. അവളെ ദിവസവും കൂട്ടിക്കൊണ്ടു പോകുന്നതും കൊണ്ടുവിടുന്നതും സന്ദീപാണ്. സന്ദീപ് അവൾക്ക് ഒരു ആപ്പ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവൾക്ക് വേണ്ടി നിർമ്മിച്ചതായിരുന്നു അത്. അതില് അവളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും പ്രൊഫൈൽ ആഡ് ചെയ്തിട്ടുണ്ട്. അവളെ സംബന്ധിച്ച് അവൾക്ക് ആരുടെ ഫേസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കാരണം ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് ആ ആപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അയാളുടെ റിയൽ ഐഡന്റിറ്റി എന്താണെന്ന് ആ ആപ്പിൽ കാണിക്കും. അതുകൊണ്ട് നിന്റെ അടുത്തേക്ക് ഏത് പുരുഷന്മാർ വന്നാലും മൈക്കിളായിട്ട് കാണുന്നത് കൊണ്ട് ആദ്യം അവരുടെ ഫോട്ടോ എടുത്ത് അവരുടെ ഐഡന്റിറ്റി കണ്ടുപിടിച്ചിട്ട് അവരുടെ കൂടെ പോകാവൂ എന്ന് സന്ദീപ് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ദിവസവും സന്ദീപിനെ അവൾ കാണുന്നത് കൊണ്ട് അവന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലും സംസാരവും എല്ലാം വെച്ചിട്ട് ഓരോ ദിവസവും അവന്റെ ഫേസ് അവൾ ആ ആപ്പിലിട്ട് നോക്കാറുണ്ടായിരുന്നില്ല. അവനെ നന്നായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ വീടിന്റെ സൈഡിൽ അവളെ തന്നെ നോക്കി ഒരാൾ നിൽക്കുന്നത് അവൾ കാണുന്നു. മൈക്കിളിന്റെ ഫേസിനെ പോലെ തന്നെ തോന്നുന്നത് കാരണം അയാളുടെ റിയൽ ഐഡന്റിറ്റി എന്താണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. സന്ദീപ് കൊടുത്ത ആപ്പില് പ്രൊഫൈൽ ആഡ് ചെയ്യാത്ത പുതിയ ആരെങ്കിലുമാണ് അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതെങ്കിൽ ന്യൂ പ്രൊഫൈൽ എന്നായിരിക്കും ആ ആപ്പിൽ കാണിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് കാണിക്കുന്നു. ഇവർ ലിവിംഗിൽ താമസിക്കുന്ന സമയത്ത് ഇടയ്ക്ക് മൈക്കിൾ പെട്ടെന്ന് കുറച്ചു ദിവസത്തേക്ക് എങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരറിവുമില്ലാത്തത് കാരണം ആകെ ടെൻഷനിലായിരുന്നു നിത്യ. തിരിച്ചു വന്നപ്പോൾ അവൾ
അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. എന്നാൽ താനിങ്ങനെ ഇടയ്ക്കൊക്കെ ഡൗൺ ആവുന്ന സമയത്ത് ഒരു യാത്ര പോകാറുണ്ടെന്ന് മൈക്കിൾ അവളോട് പറഞ്ഞു. ഇനി നിന്നെ ഒരിക്കലും വിട്ടിട്ട് പോകില്ല എന്ന് പറഞ്ഞിട്ട് ആ ഇഷ്യൂ അവൻ സോൾവ് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവൻ തിരിച്ചു വന്നപ്പോൾ അവന്റെ ബൈക്ക് അവന്റെ അടുത്തുണ്ടായിരുന്നില്ല. കാശിന് ആവശ്യം വന്നപ്പോൾ താൻ ഇത് വിറ്റു എന്നാണ് അവൻ പറയുന്നത്. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. അന്ന് നിത്യയെ കാണാൻ മൈക്കിളിന്റെ അച്ഛൻ തോമസും മൈക്കിളിന്റെ ചേട്ടൻ മാർട്ടിനും വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും മൈക്കിളിന്റെ ഫേസ് ആയിട്ടാണ് അവൾ കാണുന്നത്. തോമസ് അവളോട് മൈക്കിളിനെ പറ്റി ചോദിക്കുന്നു. എന്നാൽ തനിക്ക് മൈക്കിൾ എവിടെയാണെന്ന് അറിയില്ല എന്നും അറിയാവുന്ന കാര്യങ്ങളെല്ലാം പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നു. ഇവളുടെ ഹെൽത്ത് കണ്ടീഷനെ പറ്റിയൊന്നും തന്നെ തോമസിനോ മാർട്ടിനോ അറിയില്ലായിരുന്നു. ആകെ ദേഷ്യത്തോടു കൂടിയാണ് അവർ അവിടെ നിന്നും പോയത്. പിറ്റേന്ന് രാവിലെ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് സന്ദീപ് അവിടേക്ക് വരുന്നു. എന്നും രാവിലെ ആ സമയത്ത് അവൻ വരുന്നത് കാരണം അവൾ ആപ്പൊന്ന് ഉപയോഗിച്ച് ഐഡന്റിറ്റി ഒന്നും നോക്കാൻ നിന്നില്ല. പെട്ടെന്ന് അവന്റെ കൂടെ വണ്ടിയിലേക്ക് കയറി. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ റിയൽ സന്ദീപിന്റെ കോള് വന്നപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് താനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റാരുടെ കൂടെയാണെന്ന്. എല്ലാരെയും മൈക്കിളായിട്ട് കാണുന്നത് കാരണം ഇയാളുടെ റിയൽ ഐഡന്റിറ്റി അവൾക്ക് മനസ്സിലായില്ല. അയാൾ അവളെയും കൊണ്ട് ദൂരൊരിടത്തേക്കാണ് പോകുന്നത്. വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങിയ അവൾ ആപ്പില് ഐഡന്റിറ്റി നോക്കാൻ ശ്രമിച്ചതും ന്യൂ യൂസർ ഫൗണ്ട് എന്നാണ് കാണിച്ചത്. താൻ സന്ദീപ് അല്ലാന്നും താൻ മൈക്കിളിന്റെ സഹോദരൻ മാർട്ടിൻ ആണെന്നും അവളോട് അയാൾ പറയുന്നു. നിന്റെ ഹെൽത്ത് കണ്ടീഷനെ പറ്റിയൊക്കെ താൻ ഹോസ്പിറ്റലിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിഞ്ഞുവെന്നും താനും കണ്ണൂർ സ്റ്റേഷനിലെ SI ആണെന്നും മാർട്ടിൻ പറയുന്നു. ഇവിടുത്തെ പോലീസുകാർക്ക് തന്റെ അനിയന്റെ കേസ് അന്വേഷിക്കുന്നതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷെ തന്റെ അനിയൻ എന്ത് സംഭവിച്ചെന്ന് താൻ കണ്ടുപിടിക്കുമെന്ന് മാർട്ടിൻ അവളോട് പറയുന്നു. അവൾ വല്ലാതെ പാനിക് ആകാൻ തുടങ്ങി. ആരെയും വിശ്വസിച്ച് ആരുടെയും കൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. ഇതെല്ലാം ആലോചിച്ച് അവൾ തല കറങ്ങി വീഴുന്നു. മാർട്ടിൻ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് അവളെ കുറച്ച് ആൾക്കാർ കൊണ്ടുവന്നു. അവൾ ഹോസ്പിറ്റലായി വിവരം അറിഞ്ഞ് സന്ദീപ് അവിടേക്ക് വന്നെങ്കിലും അവൾക്കിപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. സന്ദീപിനെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. അതും നഷ്ടമായിരിക്കുന്നു. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് കാണിക്കുന്നു. മൈക്കിളുമായിട്ട് ലിവിംഗിലായിരുന്ന സമയത്ത് അവന്റെ കുറെ പെയിന്റിങ്സ് കണ്ട് നിത്യയ്ക്ക് കുറച്ച് ഡൗട്ട്സ് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ആ പെയിന്റിങ്സിലുണ്ടായിരുന്ന സ്ത്രീകളെല്ലാം തന്നെ റിയൽ ആയിട്ട് ഉള്ളവരായിട്ടാണ് അവൾക്ക് തോന്നിയത്. അവൻ കൂടുതലും സ്ത്രീകളുടെ ചിത്രങ്ങളാണ് വരച്ചുകൊണ്ടിരുന്നത്. അതിനെപ്പറ്റി ആദ്യം അവനോട് അവൾ ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ലോകത്ത് ദൈവം സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളത് സ്ത്രീകളായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അവൻ കൂടുതലും സ്ത്രീകളുടെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ കണ്ട ഒരു ചിത്രത്തിലുണ്ടായിരുന്ന പെൺകുട്ടിയെ നിത്യ നേരിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് കഫേയിൽ വെച്ച് വാൾ പെയിന്റ് ചെയ്തുകൊണ്ടിരുന്ന മൈക്കിളിനെ അവൾ കണ്ടിരുന്നല്ലോ. ആ സമയം കഫേയിലേക്ക് കയറി വരുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. ചുരുണ്ട മുടികളുള്ള ആ പെൺകുട്ടികളുടെ ചിത്രമാണ് മൈക്കിൾ വരച്ചിരിക്കുന്നത്. പക്ഷെ അവനോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് ഇവരാരും റിയൽ ആയിട്ടുള്ള ആൾക്കാരല്ല എന്നും താൻ തന്റെ ഇമാജിനേഷനിൽ വരച്ചിരിക്കുന്നതാണെന്നുമാണ്. എന്നാൽ നിത്യയുടെ മനസ്സിൽ അപ്പോഴും ഡൗട്ടുകൾ കിടന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. തലേന്ന് സന്ദീപാണെന്ന് കരുതി മാർട്ടിന്റെ കൂടെ പോയത് കാരണം അവൾ എപ്പോഴും ടെൻഷനിലായിരുന്നല്ലോ. സന്ദീപിനോടും ഈ കാര്യങ്ങൾ അവൾ പറഞ്ഞിരുന്നു. എന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചത് മാർട്ടിനായിരുന്നു എന്ന്. അന്ന് രാത്രിയും അവളുടെ വീടിന്റെ അടുത്ത് ആരോ വന്നു നിന്ന് അവളെ വാച്ച് ചെയ്യുന്നത് അവൾ കാണുന്നുണ്ട്. രാത്രിയിലെല്ലാം തന്നെ വീടിന് ചുറ്റും ആരോ ഉള്ള പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ വീടിന്റെ ബാക്കിലത്തെ വാതിൽ ആരോ തള്ളി തുറക്കാൻ ശ്രമിച്ചിരിക്കുന്നതിന്റെ പാടുകളും കണ്ടു. അവൾ പെട്ടെന്ന് സന്ദീപിനെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. അവൻ വന്നു കഴിഞ്ഞപ്പോൾ ആപ്പ് ഉപയോഗിച്ച് അവൻ തന്നെയാണോ എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അവനോട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. വീട്ടിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചത് മാർട്ടിൻ ആണോ എന്ന് അവൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അത് കാരണം സ്റ്റേഷനിൽ പോയി അവർ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു. എന്നാൽ മാർട്ടിൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ ശക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റൂന്ന് ഈ പോലീസുകാരൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആരും അറിയാതെ തൽക്കാലം വീടിന് ചുറ്റും CCTV ക്യാമറ സെറ്റ് ചെയ്യാൻ സന്ദീപും നിത്യയും തീരുമാനിച്ചു. തലേന്ന് വന്ന ആള് വീണ്ടും വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ക്യാമറയിൽ പതിയും. അത് വെച്ചിട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകാമെന്നായിരുന്നു നിത്യയുടെ പ്ലാൻ. അവര് പ്രതീക്ഷ പോലെ തന്നെ സംഭവിച്ചു. പിറ്റേന്നും അവളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ ഒരാൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ പ്രതീക്ഷ പോലെ അത് മാർട്ടിൻ ആയിരുന്നില്ല, മൈക്കിൾ ആയിരുന്നു. മൈക്കിൾ എന്തിനാണ് വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നതെന്ന് സന്ദീപും നിത്യയും ചിന്തിക്കുന്നു. നിത്യയ്ക്ക് എല്ലാരെയും കണ്ടാലും മൈക്കിളായിട്ടാ തോന്നുന്നത്. പക്ഷെ സന്ദീപിനും അത് മൈക്കിളായിട്ട് തന്നെയാണ് കണ്ടത്. അതുകൊണ്ട് അത് മൈക്കിൾ തന്നെയാണെന്ന് സന്ദീപ് ഉറപ്പിച്ചു. പോലീസുകാരെയും ആ വീഡിയോ കാണിക്കുന്നു. മൈക്കിൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ നിത്യ ഡയറക്റ്റായിട്ട് വന്ന് കണ്ടാ മതി. എന്തിനവൻ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കണം? എന്താ നടക്കുന്നതെന്ന് ഒന്നും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ വീട് തുറന്നു കിടക്കുന്നു. വീട്ടിൽ ആരോ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് മൈക്കിൾ വന്ന് നിൽക്കുന്നു. ഞാൻ മൈക്കിളാ, നീ എന്തിനാ എന്നെ കണ്ട് പേടിക്കുന്നതെന്നൊക്കെ മൈക്കിൾ നിത്യയോട് ചോദിക്കുന്നു. സന്ദീപും അവനെ കണ്ടതും ഇത് മൈക്കിളാണെന്ന് തന്നെ പറയുന്നുണ്ട്. നിത്യയ്ക്ക് മാത്രമല്ലേ ഫേസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൂ. പക്ഷെ സന്ദീപിന് മൈക്കിളിനെ ഐഡന്റിഫൈ ചെയ്യാമല്ലോ. അത് കാരണം ഇത് മൈക്കിളാണെന്ന് നിത്യയ്ക്ക് വിശ്വസിച്ചെങ്കിലേ പറ്റൂ. നിന്നോട് പറയാതെ പോയതിന് ഒരുപാട് ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ അവിടേക്ക് തിരിച്ചു വന്നത്. അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലവർ കേസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ആയിട്ട്. പക്ഷെ അവൾക്ക് അവനോട് കൂടുതൽ അടുത്ത് സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പേടിച്ചറിന്റെ റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു അവൾ. ആ സമയത്ത് അവളുടെ മനസ്സിലേക്ക് വീണ്ടും പഴയ മെമ്മറീസ് വരുന്നു. മൈക്കിൾ വരച്ച ചിത്രങ്ങളിൽ പല ലേഡീസും ഒറിജിനൽ ആയിട്ടുള്ളവരാണെന്ന് നിത്യയ്ക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ കോമൺ ഫ്രണ്ട്സിന്റെ ഗ്യാങ്ങില് പല പെൺകുട്ടികളെയും അവൾ കാണുന്നുണ്ട്. അവരുടെ എല്ലാം ചിത്രങ്ങളും മൈക്കിൾ വരച്ചിട്ടുണ്ട്. അതിലൊരു പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് മൈക്കിളും താനും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നുവെന്നും അവൻ തന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നു എന്നുമാണ്. അതോടെ നിത്യയ്ക്ക് മൈക്കിളിന്റെ ക്യാരക്ടറിൽ ഡൗട്ട് തോന്നാൻ തുടങ്ങി. നിത്യ ഇത് മൈക്കിളിനോട് ചോദിക്കുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ മൈക്കിൾ അവളോട് അന്ന് പറഞ്ഞത് തങ്ങൾ തമ്മിൽ കുറച്ചുനാൾ റിലേഷൻഷിപ്പിലായിരുന്നു, പക്ഷെ പിന്നെ ബ്രേക്കപ്പ് ആയി എന്നാണ്. അവൾ
പറയുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല എന്നും ഞാൻ നിത്യയെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ടെന്നുമായിരുന്നു അന്ന് മൈക്കിൾ പറഞ്ഞത്. എന്നാൽ ഇവന് മൃഗങ്ങളുടെ സ്വഭാവമാണെന്നും അവന്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അവൻ ഏതറ്റം വരെയും പോകുമെന്ന് ആ പെൺകുട്ടി നിത്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നിത്യയുടെ മനസ്സിലേക്ക് വന്നത് കാരണം അവൾക്ക് ഇപ്പോൾ അവളുടെ മുന്നിലിരിക്കുന്ന മൈക്കിളിനോട് പഴയതുപോലെ സംസാരിക്കാനോ മിണ്ടാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അത് മൈക്കിൾ തന്നെയാണോന്ന് പോലും അവൾക്ക് ഇപ്പോഴും ഉറപ്പില്ലായിരുന്നു. അവൻ അടുത്തേക്ക് വരുമ്പോഴേക്ക് അവൾ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. എന്നാൽ അന്ന് രാത്രി ഒരുമിച്ച് ഫുഡ് കഴിച്ച സമയത്ത് അവൻ സ്ഥിരമായിട്ട് ആഹാരം കഴിക്കുന്ന അതേ രീതിയിൽ തന്നെയായിരുന്നു അവൻ ഇന്നും കഴിച്ചത്. അത് കാരണം അവൾക്ക് ആകെ കൺഫ്യൂഷനായി. ഇത് ശരിക്കും മൈക്കിൾ ആണോ അതോ അല്ലയോ എന്ന് അവൾ സന്ദീപിനോട് വിളിച്ച് പറയുന്നുണ്ട്, നീ അത്യാവശ്യമായിട്ട് ഇവിടേക്കൊന്ന് വരണം, ഇവിടെയുള്ള ആള് മൈക്കിൾ ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. എന്നാൽ സന്ദീപ് അവളോട് പറയുന്നുണ്ട്, അവനെ ഞാനും നേരിട്ട് കണ്ടതല്ലേ, അത് മൈക്കിൾ തന്നെയാണെന്ന്. പക്ഷെ അവന്റെ ബിഹേവിയറിൽ എന്തൊക്കെയോ മാറ്റമുണ്ട്, എനിക്ക് അവനെ മൈക്കിളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ അവൾ പറയുന്നു. എന്തൊക്കെയാണെങ്കിലും താൻ നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് സന്ദീപ് ഫോൺ കട്ട് ചെയ്തു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നെങ്കിലും നിത്യയ്ക്ക് പേടി കാരണം ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ ഇടയ്ക്കൊന്ന് ഉറങ്ങിയപ്പോഴേക്കും മൈക്കിൾ തന്നെ കൊല്ലുന്നതായിട്ട് സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയും ചെയ്തു. കുറച്ചുനേരം അവൾ പുറത്തേക്ക് പോയി നിൽക്കുന്നു. എന്നാൽ അപ്പോഴേക്കും മൈക്കിൾ ഉണർന്നു വന്ന്, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഒറ്റയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരാത്തത്, എന്റെ കൂടെ കിടക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ അത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും പോയി ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുകയാണ്. പിറ്റേന്ന് രാവിലെ മൈക്കിൾ ഉറക്കമെഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ അവൾ നേരെ മൈക്കിളിന്റെ ഫ്രണ്ടായ ആമിറിനെ കാണാൻ പോകുന്നു. അയാളോട് സംസാരിച്ചതിൽ നിന്ന് നിത്യയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. മൈക്കിളിനെ അയാൾ കണ്ടിട്ടും കുറെയായി. അയാൾ അയാളുടെ ജോലി കാര്യങ്ങളുമായിട്ട് തിരക്കിലായിരുന്നു. മൈക്കിൾ തിരിച്ചു വന്നിട്ടും അമീറിനെ കാണാൻ പോയിട്ടില്ല. അതൊക്കെ കൊണ്ട് തന്നെ നിത്യയുടെ മനസ്സിൽ ഡൗട്ട് കൂടി വന്നിട്ടുണ്ടായിരുന്നു. നിത്യ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അമീർ എന്തോ ഒരു കാര്യം നിത്യയോട് പറയുകയും അത് കേട്ട് അവൾ ഞെട്ടിത്തരിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. വീട്ടിൽ ആ സമയം ആരും ഉണ്ടായിരുന്നില്ല. അവൾ പെട്ടെന്ന് സന്ദീപിനെ കോൾ ചെയ്ത് വരുത്തുന്നു. പക്ഷേ ഈ പ്രാവശ്യം ആപ്പ് വെച്ച് ഐഡന്റിഫൈ ചെയ്ത് നോക്കാതെയാണ് അവൾ പെട്ടെന്ന് സന്ദീപിനെ ഉള്ളിലേക്ക് കയറ്റിയിരുത്തി സംസാരിക്കുന്നത്. എനിക്ക് പല കാര്യങ്ങളും ഓർമ്മ വന്നു എന്ന് അവൾ പറയുന്നുണ്ട്. മൈക്കിളും താനും തമ്മിൽ ഇഷ്ടത്തിലാവുകയും ലിവർ റിലേഷൻഷിപ്പിലേക്ക് കടക്കുകയും ചെയ്ത സമയത്ത് എല്ലാം നോർമൽ ആയിരുന്നു. പക്ഷെ ആ ഒരു പീരീഡ് കഴിഞ്ഞ് പതിയെ അവന്റെ ബിഹേവിയറിൽ പല മാറ്റങ്ങളും ഞാൻ കണ്ടു തുടങ്ങി. അവൻ വരയ്ക്കുന്ന പല ചിത്രങ്ങളും യഥാർത്ഥ പെൺകുട്ടികളുടെ ചിത്രങ്ങളാണെന്ന് മനസ്സിലായി. അതിനെ ചോദ്യം ചെയ്തപ്പോഴെല്ലാം തന്നെ അവൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഒടുവിൽ അതിലെ പെൺകുട്ടികളെല്ലാം കണ്ടുപിടിച്ച് അവരോട് അന്വേഷിച്ചപ്പോൾ മൈക്കിളിന്റെ യഥാർത്ഥ സ്വഭാവം അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും അവൻ ചീറ്റ് ചെയ്യുകയായിരുന്നു. അവരുടെ കൂടെ എല്ലാം സെക്സിൽ ഏർപ്പെടുകയും അവരുടെ അങ്ങനത്തെ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തു. എല്ലാവരെയും അവൻ പറ്റിച്ചു. ഇത് ശരിക്കും നിത്യയ്ക്ക് വലിയൊരു ഷോക്കാണ് ഉണ്ടാക്കിയത്. അന്ന് അവൾ ആകെ തകർന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഏഞ്ചൽ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. മൈക്കിൾ അവിടെ നിന്ന് ചിത്രം വരയ്ക്കുകയാണ്. താൻ കണ്ടെത്തിയ കാര്യങ്ങളെ പറ്റിയെല്ലാം മൈക്കിളിനോട് അവൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടുകൂടി മൈക്കിളിന്റെ റിയൽ ഫേസ് അവൾ കണ്ടു തുടങ്ങി. അവൻ അവളോട് ഷൗട്ട് ചെയ്യുന്നു, അവളെ അടിക്കുകയും ചെയ്യുന്നു. എന്റെ കാര്യം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആരെ യൂസ് ചെയ്യുമെന്ന് അവൻ പറയുന്നു. അല്ലാതെ ഒരു സ്ത്രീകളോടും അവന് പ്രണയം ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും കാമം മാത്രമായിരുന്നു അവനുണ്ടായിരുന്നത്. ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ദേഷ്യം വന്ന താൻ അന്ന് മൈക്കിളിനെ അടിച്ചുവെന്നും മൈക്കിൾ തന്നെ തിരിച്ചടിക്കുകയും ഉപദ്രവിച്ച് കിച്ചണിലേക്ക് കൊണ്ടിട്ട് ഗ്യാസ് തുറന്നുവിട്ട് തന്നെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും നിത്യ സന്ദീപിനോട് പറയുന്നു. എന്നാൽ ഇത് കേട്ട് സന്ദീപ് അവളോട് പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊന്നും നിനക്ക് നേരത്തെ ഓർമ്മ വന്നില്ലേ എന്ന്. എന്നാൽ തനിക്ക് ഇപ്പോഴാണ് പതിയെ എല്ലാം ഓർമ്മ വന്നെന്ന് അവൾ പറയുന്നു. ഓർമ്മ വന്നപ്പോ നീ ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ ശ്രമിച്ചിരുന്നോ ചോദിക്കുമ്പോൾ ഇല്ലാന്നാണ് അവൾ പറയുന്നത്. സന്ദീപ് പറയുന്നുണ്ട്, മൈക്കിളിനെ നിന്നെ കൊല്ലേണ്ട ഒരാവശ്യമില്ല, നീ മൈക്കിളിനെ എന്തോ ചെയ്തിട്ടുണ്ട്, സത്യം തുറന്നു പറയുന്നതാ നല്ലതെന്ന് പറഞ്ഞിട്ട് സന്ദീപ് അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ആ ഒരു നിമിഷമാണ് നമുക്ക് മനസ്സിലാകുന്നത് ശരിക്കും അവളുടെ മുന്നിൽ നിൽക്കുന്ന ആള് സന്ദീപ് ആയിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും റിയൽ സന്ദീപ് അവിടേക്ക് വരുന്നത് ഉണ്ടായിരുന്നുള്ളൂ. സന്ദീപിനെ കണ്ട ഉടനെ അവൾ സന്ദീപിനോട് പറയുന്നുണ്ട്, ഇവൻ മൈക്കിൾ അല്ല എന്നും മൈക്കിളിന്റെ സഹോദരൻ മാർട്ടിൻ ആണെന്നും. അമീറിനെ കാണാൻ പോയ സമയത്ത് അമീറിൽ നിന്നും ആ സത്യം നിത്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. മൈക്കിളും മാർട്ടിനും ട്വിൻസ് ആണെന്നും മൈക്കിളിന്റെ ചേട്ടനാണ് മാർട്ടിൻ എന്നും. മൈക്കിളിന് എന്ത് പറ്റിയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൈക്കിളായിട്ട് 2 ദിവസമായിട്ട് ഇവിടെ വന്നതെന്ന് അഭിനയിക്കുകയായിരുന്നു മാർട്ടിൻ. ഇവിടെയുള്ളത് മാർട്ടിൻ തന്നെയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമാണ് നിത്യ ഈ കാര്യങ്ങളെല്ലാം മാർട്ടിനോട് പറഞ്ഞത്. അവിടെ ഇരിക്കുന്നത് സന്ദീപ് അല്ലാന്നും മാർട്ടിൻ ആണെന്നും അറിഞ്ഞുകൊണ്ടായിരുന്നു അവൾ അത് പറഞ്ഞത് തന്നെ. അവിടേക്ക് വന്ന റിയൽ സന്ദീപ് മാർട്ടിന്റെ അടുത്ത് നിന്നും നിത്യയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റിനിടയിൽ എല്ലാവർക്കും പരിക്കുകൾ പറ്റി. സന്ദീപിനെ അടിച്ചിട്ട ശേഷം മാർട്ടിൻ നിത്യയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് മാർട്ടിനെ ബാക്കിൽ നിന്നും ആരോ ആക്രമിക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, മേരിയായിരുന്നു. നിത്യ ഞെട്ടിത്തരിച്ച് മേരിയുടെ മുഖത്തേക്ക് നോക്കുന്നു. ആ സമയമാണ് നിത്യയുടെ മനസ്സിലേക്ക് ബാക്കിയുള്ള മെമ്മറീസും വരുന്നത്. ശരിക്കും മൈക്കിളിനെ കാണാതായ നിത്യയ്ക്ക് അപകടമുണ്ടായ ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്നാണ് ഇനി നമ്മളെ കാണിക്കുന്നത്. മൈക്കിളിന്റെ റിയൽ ഫേസും അവന്റെ സത്യങ്ങളും എല്ലാം മനസ്സിലാക്കി അവനോട് ഈ കാര്യങ്ങൾ ചോദിക്കാൻ വന്ന നിത്യ കാണുന്നത് അന്ന് വീട്ടിൽ നിന്നും ആകെ സങ്കടത്തോടെ ഇറങ്ങിപ്പോകുന്ന ഏഞ്ചലിനെയാണ്. അവനോട് ഈ കാര്യങ്ങൾ ചോദിച്ച് വഴക്കുണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് മൈക്കിൾ വരച്ചുകൊണ്ടിരുന്ന ചിത്രവും നിത്യ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഏഞ്ചലിന്റേതായിരുന്നു. അതായത് മൈക്കിൾ ഏഞ്ചലിനെയും ഉപദ്രവിച്ചിട്ടുണ്ട്, സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സത്യം നിത്യം മനസ്സിലാക്കിയതോടുകൂടി ദേഷ്യം വന്ന് മൈക്കിളിനെ അവൾ ഉപദ്രവിക്കാൻ ആരംഭിച്ചു. അവിടെ കിടന്ന ഫോർക്ക് ഉപയോഗിച്ച് അവന്റെ വയറ്റിൽ കുത്തുകയും അവനോടുള്ള ദേഷ്യം മുഴുവൻ തീർക്കുകയും ചെയ്തു. അവസാനമാണ് അവൾക്ക് മനസ്സിലായത് തന്റെ കൈകൊണ്ട് മൈക്കിൾ മരിച്ചിരിക്കുന്നുവെന്ന്. എന്ത് ചെയ്യണമെന്നറിയാതെ ആ അവസ്ഥയിൽ അവൾ പെട്ടെന്ന് ആ മൃതദേഹം മറവിയാനാണ് ശ്രമിച്ചത്. മൃതദേഹം വലിച്ചെടുത്തുകൊണ്ട് പോകുന്നതിനിടയിൽ കിച്ചണിലെ ഗ്യാസ് സിലിണ്ടർ തട്ടി വീഴുകയും അതിൽ നിന്ന് ഗ്യാസ് പുറത്തേക്ക് പോകാനും ആരംഭിച്ചു. അടുക്കളയ്ക്ക് പിൻവശമുള്ള സെപ്റ്റിക് ടാങ്കിലേക്ക് മൈക്കിളിന്റെ മൃതദേഹം അവൾ കൊണ്ടിട്ടു. അതിനുശേഷം അവിടെ എല്ലാം തന്നെ ക്ലീൻ
ആക്കി. അവളും കുളിച്ച് വൃത്തിയായി. അപ്പോഴാണ് അവൾ ആലോചിക്കുന്നത് മൈക്കിളിന്റെ ഫോൺ അപ്പോഴും അവിടെ ഉണ്ടല്ലോ എന്ന്. അവൾ ആ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നു. അടിപിടിക്കിടയിൽ ഫോൺ തെറിച്ച് താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. ആ ഫോൺ എടുക്കാൻ പോകുന്ന സമയത്താണ് ഗ്യാസ് ലീക്കായി അടുക്കളയിൽ പൊട്ടിത്തെറി സംഭവിക്കുന്നത്. അങ്ങനെയാണ് ചെറിയ പരുക്കുകളോടുകൂടി ഇവൾ അവിടെ ബോധം കെട്ട് വീഴുന്നത്. അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് മേരിയായിരുന്നു. പക്ഷേ ഇവൾ തലേന്ന് രാത്രി ഈ ഡെഡ് ബോഡി ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് അടുത്ത വീട്ടിൽ നിന്നുകൊണ്ട് മേരി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഏഞ്ചലിനെ മൈക്കിൾ ഉപദ്രവിച്ച കാര്യം ഏഞ്ചലി പറഞ്ഞിട്ട് മേരിയും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മൈക്കിൾ മരിക്കേണ്ടവനായിരുന്നുവെന്ന് മേരിയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അന്ന് രാത്രി നിത്യയ്ക്ക് നല്ലപോലെ ക്ലോസ് ചെയ്ത് ഇടാൻ പറ്റാതെ പോയ ആ സെപ്റ്റിംഗ് ടാങ്ക് രാവിലെ തന്നെ നല്ലപോലെ ക്ലോസ് ചെയ്ത് അതിന്റെ മുകളിൽ കുറെ ചെടിച്ചട്ടിയൊക്കെ കൊണ്ടുവച്ചത് മേരിയായിരുന്നു. ഈ വീട്ടിൽ വന്ന് കുറെ ദിവസങ്ങൾ നിന്നതോടുകൂടി നിത്യയുടെ മനസ്സിലേക്ക് ഓരോ ഓർമ്മകളായിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും മൈക്കിളിനെ കൊന്നത് നിത്യ തന്നെയാണ്. ആ മൃതദേഹം മറവ് ചെയ്തതിൽ അവളെ ഹെൽപ്പ് ചെയ്തത് മേരിയും. മാർട്ടിൻ ഇതൊക്കെ മനസ്സിലാക്കും എന്നൊരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. മാർട്ടിനെയും ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന മേരിയെയും നിത്യയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.